ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മീൻ മാങ്ങ ഇട്ട് വെച്ച് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ കിളിമീനാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങ നമുക്ക് അരച്ച് ചേർക്കണം ഇതിലേക്ക്. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നമുക്കിത് നല്ല പേസ്റ്റായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. പിന്നീട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നമുക്കതിലേക്കിട്ട് മൂപ്പിക്കാം. അതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ മൂക്കണം. അപ്പം വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലതായിട്ടൊന്ന് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അന്നേരം അതിലേക്ക് നമുക്ക് പൊടികൾ എടുത്ത് വെച്ചേക്കുന്നത് 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിനകത്തും ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച് ഇതിനകത്തേക്ക് ഇടുന്നുള്ളൂ. അതെല്ലാം കൂടെ നമുക്ക് ഒന്ന് പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അരച്ച് വെച്ചിരുന്ന തേങ്ങ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത്. ഇനി അരപ്പ് നമുക്ക് മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് അരപ്പെല്ലാം ഒഴിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം മാങ്ങയുടെ സീസൺ അല്ലേ, പിന്നെ നമുക്ക് ഇതുപോലെ മീൻകറിയൊക്കെ വെക്കാനായിട്ട് പുളി ഇടേണ്ട ആവശ്യമില്ല. നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണം ഇതിലേക്ക്. അതിനുശേഷം അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. അടച്ചു വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. നല്ലതായി തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ആഡ് ചെയ്യാം. അതിനുശേഷം 2 കറിവേപ്പിലയും കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. 2 കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിട്ട് ഇത് അടച്ച് വെച്ച് ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിള വരുന്നിടം വരെ ഹൈ ഫ്ലെയിമിലേക്ക് ഇടണം. തിള വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാവുന്നതാണ്. ഇപ്പം കറിയൊക്കെ നന്നായി തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്യാം. അപ്പം കറിയെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല ടേസ്റ്റാണ്. താങ്ക് യു ഫ്രണ്ട്സ്.